നമ്മുടെ ചിഹ്നം പത്തനംതിട്ടയിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് പരിശോധിക്കാം. ഞാൻ ഇവിടെ വെച്ച് കളിക്കാം. മാപ്പ് പറയോ? കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാരുണ്ടായിരുന്നു. അലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ 6 പൈന്റും 2 ഫുള്ളും. സമരമോ ഒരു വാക്കെങ്കിലും ഞാൻ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ പണി നിർത്തി പോകാം. പത്തനംതിട്ട ലക്ഷണമൊത്ത ഒരു രാഷ്ട്രീയ മണ്ഡലമാണ്. ആരൊക്കെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ? മുൻമന്ത്രി തോമസ് ഐസക്കിനെ തന്നെയാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത് LDF. ഇവിടെ ആരുണ്ട് ചോദിക്കാൻ എന്നുള്ളതാണ് ആന്റണി വർഷങ്ങൾ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആൾ എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുന്ന ചോദ്യം. അനിൽ ആന്റണിയാണ് NDAയുടെ സ്ഥാനാർത്ഥി. കോൺഗ്രസിൽ നിന്ന് വന്നതിൻ്റെ സമ്മാനം കൈവെള്ളയിൽ വെച്ച് കൊടുത്തപ്പോൾ അതെങ്ങനെ അനിൽ ആന്റണി വിനിയോഗിക്കും എന്നുള്ള ചോദ്യം കൂടിയാണ് പത്തനംതിട്ട സ്വന്തം A ക്ലാസ് മണ്ഡലം അനിൽ ആന്റണിക്ക് സമ്മാനം കൊടുത്തുകൊണ്ട് BJP മുന്നോട്ട് വെക്കുന്ന ചോദ്യം. അങ്ങനെ തികഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷണമൊത്ത ഒരു രാഷ്ട്രീയ മണ്ഡലമായി മാറിയിരിക്കുന്ന പരിണമിച്ചിരിക്കുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ചിഹ്നം പ്രേക്ഷകരിലേക്ക് എത്തി നിൽക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് അബിൻ വർക്കി കോൺഗ്രസിൽ നിന്ന്, ശ്രീ KU ജനീഷ് കുമാർ MLA LDFിൽ നിന്ന്, ശ്രീ അഡ്വക്കേറ്റ് നോബിൾ മാത്യു NDAയിൽ നിന്ന്. എല്ലാവർക്കും 3 പേർക്കും സ്വാഗതം. ഒപ്പം പ്രേക്ഷകരും പത്തനംതിട്ടയിലെ സഹൃദയരായ പ്രേക്ഷകരും നാട്ടുകാരും എല്ലാം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ശ്രീ ജനീഷ് കുമാർ, പത്തനംതിട്ട ഒരു UDF മണ്ഡലമാണ് എന്നുള്ളതാണ് ഇക്കാലത്തെ അത്രയും രാഷ്ട്രീയ ചരിത്രം. അത് മാറ്റി എഴുതാനുള്ള എന്തു തയ്യാറെടുപ്പാണ് തോമസ് ഐസക്കിനെ മുൻനിർത്തിയുള്ള ഈ പോരിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? സമ്പൂർണമായി LDFന് ആധിപത്യമുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് പത്തനംതിട്ട. കഴിഞ്ഞ എല്ലാ ട്രെൻഡ് അടിച്ചിട്ടും 44,000 വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ലീഡ് 74,000 ജില്ലാ പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാം ഇപ്പോൾ 70% LDFനൊപ്പമാണ്. ഇത് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ ജില്ലയിൽ UDFന് നേതൃത്വം കൊടുത്ത DCC പ്രസിഡന്റുമാരാകെ ഇന്ന് ഞങ്ങളുടെ പക്ഷത്താണ്. ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ ഡോക്ടർ തോമസ് ഐസക്ക് 100,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഓക്കെ, അഡ്വക്കേറ്റ് അബിൻ വർക്കി, പത്തനംതിട്ട കോൺഗ്രസിൻ്റെതാണ് എന്ന് പറഞ്ഞതിൻ്റെ തിരുത്തിയാണ് അദ്ദേഹം തുടങ്ങിയത്. 7 കൂടെ നിൽക്കുന്നതിൻ്റെ ആത്മവിശ്വാസമാണ്. ആന്റണിക്ക് ഇനി ഒപ്പം പത്തനംതിട്ട ഉണ്ടാകില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം സ്വന്തം പോക്കറ്റിലുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് പരാജയഭീതിയുണ്ടോ? 2016 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്ന് ഒരു മണ്ഡലം ഒഴിച്ച് ബാക്കിയെല്ലാം LDFൻ്റെ കയ്യിലായിരുന്നു പത്തനംതിട്ടയിൽ. പക്ഷേ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ 44,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു വന്നത്. അപ്പോൾ ആ ഒരു മണ്ഡലവും ഇല്ല എന്നോർത്ത് ഇവിടെ ആന്റണി കഴിഞ്ഞ 15 കൊല്ലമായി ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങളിവിടെ ചിഹ്നം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ മരപ്പെട്ടിക്കോ ഇനംപേച്ചിക്കോ അല്ല വോട്ട് ചോദിക്കുന്നത്. പകരം ഇന്ത്യ മഹാരാജ്യം സംരക്ഷിക്കുന്നതിനും ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനും ജനാധിപത്യം കാക്കുന്നതിനാണ് ഇവിടെ ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട പോലെ ജനാധിപത്യപരമായി പ്രബുദ്ധമായ ജനത ആ വോട്ട് ചോദിക്കൽ കേൾക്കുമെന്നും ആ കേൾവിക്കനുസൃതമായി വോട്ട് ചെയ്യുമെന്നും ഞങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ ഈ തവണ വൻ വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. നിങ്ങളുടെ A ക്ലാസ് മണ്ഡലം അല്ലേ? കഴിഞ്ഞ തവണ 28% വോട്ട് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഉണ്ടാക്കിയെടുത്ത മണ്ഡലം ഇത്തവണ അനിൽ ആന്റണിയാണ്. നിങ്ങൾക്ക് അത്രത്തോളം അഭിമാനത്തോടെ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണോ അനിൽ ആന്റണി? സുരേന്ദ്രൻ നേടിയതിനേക്കാൾ വോട്ട് ഇവിടെ അനിൽ ആന്റണി നേടും എന്നാണോ BJP പറയുന്നത്? ഇവിടെ സൂചിപ്പിച്ചല്ലോ, 4 സീറ്റാ CPMന് കിട്ടാൻ പോകുന്നത്, 40 സീറ്റാ കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത്, 400 സീറ്റാ BJPക്ക് കിട്ടാൻ പോകുന്നത്. ആ 400-ലൊന്ന് ആകുവാൻ പത്തനംതിട്ടയ്ക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ വരട്ടെ, നമുക്ക് കാണാം. അത് ഞാൻ വെല്ലുവിളിച്ച് പറയാം, അതൊക്കെ പറഞ്ഞോട്ടെ. ഇത്തവണ രാഷ്ട്രീയ സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിലും അനുകൂലമാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പല പത്രങ്ങളുമൊക്കെ പ്രചരിപ്പിച്ചു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു, ഇതാ പ്രിയങ്ക ഗാന്ധി വന്നിരിക്കുന്നു, ഇന്ദിരാഗാന്ധിയുടെ അതേ കണ്ണ്, അതേ മൂക്ക് എന്നൊക്കെ വന്ന് കഴിഞ്ഞ തവണ അങ്ങനെയൊക്കെ വന്ന്
പ്രചരണം നടത്തി. അല്ല, നമ്മൾ മറ്റുള്ള രണ്ടുപേര് സംസാരിച്ചപ്പോ പ്രശ്നം ഉണ്ടാക്കിയില്ല. ഞാൻ നിങ്ങളിലേക്ക് വരും, മൈക്ക് തരും, നമുക്ക് ചോദ്യം ചോദിക്കാം. അദ്ദേഹം പൂർത്തിയാക്കട്ടെ. ആദ്യത്തെ റൗണ്ട് അല്ലേ, അദ്ദേഹം പൂർത്തിയാക്കട്ടെ. ഒരു തവണ അദ്ദേഹം പറയാൻ പൂർത്തിയാക്കട്ടെ. അങ്ങനെ അതേപോലെ പ്രചരണം നടത്തിയിട്ട് കിട്ടിയോ? അവിടെ അമേത്തി തോറ്റു. ഇവിടെ വയനാട് വന്നാണ് CPM-ന്റെ ഒക്കെ ആ എതിരെ മത്സരിച്ച് വയനാട് വന്നാ ഇവിടെ ജയിക്കേണ്ടി വന്നത്. അന്തർദേശീയമായി നാണമുണ്ട്. ഒറ്റ തവണ അദ്ദേഹം പൂർത്തിയാക്കട്ടെ. അങ്ങ് പൂർത്തിയാക്കും. ഒരു തവണ ഒരു മിനിറ്റ്. അല്ലല്ല, അദ്ദേഹം ഇങ്ങനെ ആക്രോശിക്കുന്നില്ല. നിങ്ങൾ പൊതുപ്രവർത്തകരല്ലേ? അങ്ങിരിക്കൂ. അങ്ങേക്ക് ചോദിക്കാനുള്ള സമയം തരും. നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് അങ്ങനെ പലതും സംഭവിച്ചു പോകും. അദ്ദേഹം അത് തിരുത്തുകയും ചെയ്യും. ഒരു നിമിഷം സർ. നരേന്ദ്രമോദി ഭാരതത്തിൽ അധികാരത്തിലേറുമ്പോൾ അന്തർദേശീയ സാമ്പത്തിക ശക്തികളിൽ ഭാരതത്തിന് 11ാം സ്ഥാനമായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിലേറി ഇപ്പം ഭാരതം അന്തർദേശീയമായി ലോക സാമ്പത്തിക ശക്തികളിൽ 5ാം സ്ഥാനത്താണ്. ഇനി ഈ അടുത്ത 5 വർഷം കൂടി കഴിയുമ്പോൾ ഭാരതം 3ാം സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ്. ശ്രീ നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനത്താണോ അദ്ദേഹം മത്സരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്ഥാനം ഗുജറാത്തിലാണ്, അദ്ദേഹം മത്സരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം ഒരു വിഷമം ആ കാര്യത്തിലുണ്ടെങ്കിൽ നരേന്ദ്രമോദിക്ക് സുസ്വാഗതം കേരളത്തിലേക്ക് ഒരു മണ്ഡലത്തിൽ വന്നൊന്ന് മത്സരിക്കാമോ? ഈ സൗത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും വന്ന് മത്സരിക്കാമോ? അപ്പോൾ അതിനൊന്നും ശേഷിയില്ലാതെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുന്നതിനെ ചുമ്മാ ഇവിടെ വന്ന് വിമർശിച്ചിട്ട് യാതൊരു കാര്യമില്ല. ചന്ദ്രനിൽ വരെ നമ്മുടെ ആൾക്കാരെ ഇവിടുന്ന് ചന്ദ്രനിൽ വരെ എത്തിച്ച ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ BJP-യുടെ ഒരു ജനപ്രതിനിധിയോട് ചോദിച്ചതാണ്, നമുക്ക് സ്വന്തമായിട്ടൊരു വിമാനമുണ്ടോ ഈ ഇന്ത്യക്ക്? ഉണ്ടെങ്കിൽ അതിവിടെ പറയണം. പിന്നെ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയോട് പറയാനുള്ളത്, 15 വർഷമായിട്ട് ഈ ആൻ്റോ ആൻ്റണി ഇവിടെ നിൽക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ. അദ്ദേഹം ഈ മണ്ഡലത്തിലേക്ക് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യത്തെ 2009 കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞ് 2014 വന്നപ്പോൾ ഇവർ ഇത് തന്നെ പറഞ്ഞു, MP അറിയില്ല. ഉടനെ ജനങ്ങൾ വോട്ട് ചെയ്ത് വീണ്ടും MP അറിയിച്ചു. 2019 വന്നപ്പോൾ വീണ്ടും പറഞ്ഞു MP അറിയില്ല. വീണ്ടും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. 2024 അതേ ചോദ്യം ആവർത്തിച്ച് വരുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തിനോട് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ ജനം MP അറിയിച്ചു തരും. ഞാൻ കഴിഞ്ഞ 10 വർഷം ജോലിയൊന്നും ചെയ്തില്ല. 15 ലക്ഷം രൂപ നരേന്ദ്രമോദിൻ്റെ അക്കൗണ്ടിൽ ഇട്ടിരുന്നു. അതിൻ്റെ പലിശ വാങ്ങിച്ചാൽ ഞാൻ ജീവിക്കുന്നത്. പിന്നെ പെട്രോൾ ഞാൻ 60 രൂപയ്ക്ക് അടിച്ച് ജീവിച്ചത്. നിങ്ങൾ കാളവണ്ടിയിലും കുതിരവണ്ടിയിലും ഈ സംസ്ഥാനത്തൊട്ടാകെ ഇന്ത്യ ആകെ പ്രതിഷേധിച്ച ആൾക്കാരാണ്. സാധാരണ ജനങ്ങളെ താങ്ങുന്നെന്ന് പറഞ്ഞാൽ എന്തോ താങ്ങി? സിറ്റിസൺ അമെൻമെന്റ് ആക്ടിലെ കോൺഗ്രസ് MP-മാർ എത്ര പേർ? ആരിഫ് അല്ലേ ഇവിടെ പ്രതികരിച്ചുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള സകല കള്ളന്മാരെയും അകത്താക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് കേജ്രിവാൾ അകത്തായിരിക്കുന്നു. അതിന് ഇവർ രണ്ടും ഒന്നാ. അതുകൂടാതെ നാഷണൽ ഹെറാൾഡ് കേസിൽ ഇവർ പറയുന്ന രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, അദ്ദേഹം അകത്താകാൻ പോവുക. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. സകല കള്ളന്മാർ ഇന്ത്യ മഹാരാജ്യം കട്ടുമുടിച്ചുകൊണ്ടിരുന്ന, ഇന്ത്യ മഹാരാജ്യം കൊള്ളയടിച്ചുകൊണ്ടിരുന്ന സകല കള്ളന്മാരെയും അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതി ഇവിടെ ഇല്ലാതായിരിക്കുന്നു. ഈ രാജ്യം മുന്നോട്ട് പോകുന്നു. പെട്രോളിന്റെ കേന്ദ്ര സർക്കാർ കുറച്ചു, ഇവിടെ കുറച്ചില്ല. പെട്രോളിന്റെ വിലക്ക് വരവ് ഈ പെട്രോൾ തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ആ ഉത്തരം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്നറിയോ? 2014 ഇവിടെ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് അന്ന് താങ്കൾ ഉദ്ദേശിച്ച ശ്രീ KS സുരേന്ദ്രനും സ്ഥാനാർത്ഥികളും ഒക്കെ അന്ന് കാളവണ്ടി ഉരുട്ടി പറഞ്ഞത് അന്ന് പെട്രോളിന് 70 രൂപയാണ്, ഡീസലിന് 65 രൂപയാണ്. ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ 60 രൂപയ്ക്ക് പെട്രോളും 50 രൂപയ്ക്ക് ഡീസലും കൊടുക്കുമെന്ന് പറഞ്ഞു. ഇന്ന് പെട്രോളിന്റെ വില 105 രൂപയും ഡീസലിന്റെ വില 95 രൂപയാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താ? ഇനി പെട്രോൾ ഇല്ലാത്ത കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഇലക്ട്രിക്കിന്റെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത്. ഇതും അടുത്ത തട്ടിപ്പായിട്ട് വരാൻ പോകുകയാണ്. അദ്ദേഹം പറഞ്ഞ ചോദ്യത്തിനുള്ളത് അദ്ദേഹം ഒരു ചോദ്യം എന്നോട് ചോദിച്ചിരുന്നു. അതൊന്ന് പറയട്ടെ. പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം CAA ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. ഇത് ഇവിടെ കാലങ്ങളായി ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. എന്താണ്? ഇപ്പം ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് പാർലമെന്റ് രേഖകളുണ്ടല്ലോ, സിറ്റിസൺ അമെൻമെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട് അവിടെ സംസാരിച്ചതിൽ ഏറ്റവും ആദ്യം സംസാരിച്ച MP-യുടെ പേര് അത് ആരിഫ് എന്നായിരുന്നില്ല, തിരുവനന്തപുരത്തെ കോൺഗ്രസ് MP ആയ ശശി തരൂർ എന്നായിരുന്നു. രണ്ടാമത് സംസാരിച്ച പറയട്ടെ, എനിക്ക് പൂർത്തീകരിക്കണം.
ഞാൻ പൂർത്തീകരിക്കട്ടെ. താങ്കൾ ചോദിച്ച ചോദ്യം ഞാൻ ഉത്തരം പറയട്ടെ. ഞാൻ ഉത്തരം പറയട്ടെ. രണ്ടാമതായി സിറ്റിസൺ അമെന്റ്മെന്റ് ആക്ടിൽ രണ്ടാമതായി സംസാരിച്ച എംപിയുടെ പേരും ആരിഫ് എന്നായിരുന്നില്ല, NK പ്രേമചന്ദ്രൻ എന്നായിരുന്നു. ഇനി മൂന്ന് അതും പറയട്ടെ. മൂന്നാമത്തെ കാര്യം പറയട്ടെ. ഞാൻ പറയട്ടെ. ആ വോട്ട് അതാ പറയട്ടെ. ഞാൻ പറയട്ടെ. മോശമാണ്, ചെയ്യരുത്. അത് വോട്ടിട്ട കാര്യം അറിയോ? വോട്ട് ചെയ്ത് തെളിയിച്ചാൽ താങ്കളുടെ പണി നിർത്തുമോ? താങ്കൾ ക്ഷമയോക്കോ? ജനീഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ചോദിക്കുന്നു, UDF എംപിമാരും കോൺഗ്രസിന്റെ എംപിമാരും വോട്ട് ചെയ്തെന്ന് തെളിയിച്ചാൽ ക്ഷമയോക്കാൻ നിങ്ങൾ ഇവിടെ പറയോ? പാർലമെന്റിൽ രണ്ടവസരിച്ച് വോട്ട് ഒന്നാമത് ബില്ല് അവതരിപ്പിക്കുമ്പോ പറഞ്ഞു തീർക്കട്ടെ. ബില്ല് അവതരിപ്പിക്കുമ്പോ വോട്ട് ചെയ്യണം. ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മുഴുവൻ UDFന്റെയും കോൺഗ്രസിന്റെയും എംപിമാർ ഈ ബില്ലിന് എതിരായി വോട്ട് ചെയ്തു, വാക്കൌട്ട് നടത്തി. ശശി തരൂരിന്റെ പ്രസംഗം ഞാൻ കേൾപ്പിക്കാം. നാണാവൂലേ? ഈ കള്ളക്കഥ പറഞ്ഞ് നാണാവൂലേ? ഈ കള്ളക്കഥ പറഞ്ഞ് വോട്ട് ചെയ്തില്ല എന്നുള്ള കള്ളക്കഥ പറഞ്ഞ് ഇനി ജനങ്ങളെ പറ്റിയ കാണിച്ചോട്. ക്ഷമയായിക്കോ? ഷായേ, ഇവിടെ കിടന്ന് ബഹളമൊന്നും വെക്കണ്ട. നിങ്ങൾ കഴിഞ്ഞ ദിവസം ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് എടുത്ത് പരിശോധിക്കണം. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. CIA ഇന്ത്യയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ എതിർക്കാതിരുന്നത്. നമ്മുടെ ഒരു ജനപ്രതിനിധിയാണ് സംസാരിക്കുന്നത്. ഞാൻ തെളിയിക്കാം. ജനീഷ് കുമാറിനെ വെല്ലുവിളിക്കുന്നു. ഇവിടെ വെച്ച് ഞാൻ തെളിയിക്കാം. മാപ്പ് പറയോ? ഞാൻ ഇവിടെ വെച്ച് തെളിയിക്കാം. മാപ്പ് പറയോ? ഞാൻ തെളിയിക്കാം. അവർ തമ്മിൽ സംസാരിക്കട്ടെ. വെല്ലുവിളിയും കള്ളക്കഥ പറഞ്ഞു ഒരു കാര്യം കൂടെ. പെട്രോളിന്റെ വില, ഡീസലിന്റെ വില എന്ന് ഉച്ചരിക്കാൻ എന്ത് അധികാരമാണ്? നികുതി കുറയ്ക്കാത്ത നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? കേരളം മാത്രമാണ് കേരളം എന്ന ഒറ്റ സംസ്ഥാനമാണ് ഇന്ത്യയിൽ പെട്രോളിന്റെ ഡീസലിന്റെ നികുതി കുറയ്ക്കാത്ത. നിങ്ങൾക്ക് ഉത്തരവാദിത്വം അങ്ങ് സംസാരിച്ചപ്പോ അദ്ദേഹം മിണ്ടിയില്ലല്ലോ. ഒന്ന് വഴങ്ങണേ, പൂർത്തിയാക്കണേ. ഒരു മിനിറ്റ്. അല്ലല്ല, നിങ്ങളുടെ MLA ആണ്, അദ്ദേഹം പൂർത്തിയാക്കട്ടെ. അദ്ദേഹം പറയുന്നത് ഒന്ന് ക്ഷമയോടെ കേൾക്കണം. തുടക്കത്തിലെ പറഞ്ഞത് ചെയ്യരുതെന്ന്. എല്ലാവരും കസേര ഇരിക്കാനുള്ള സാധനമാണ്. ഇരിക്കൂ. എന്താ ഇത്? ഒരു മിനിറ്റ്. ചേട്ടാ എന്താ ഇത്? ചെയ്യരുത്. ആദ്യമേ പറഞ്ഞല്ലേ, എന്താ നിങ്ങൾ കാണിക്കുന്നേ? ചേട്ടാ ഒരു മിനിറ്റ്. നിങ്ങൾ ഇനി തമ്മിൽ സംസാരിക്കരുത്. പ്ലീസ് ചേട്ടാ തമ്മിൽ സംസാരിക്കരുത്. പ്ലീസ് തിരിക്കൂ. ചേട്ടാ അവിടെ ഇരിക്കും. പ്ലീസ് അവിടെ ഇരിക്കും. ചേട്ടായി തുടരണോ? ഇത് തുടരണോ? നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ആരും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പോട്ടെ. അവനവനെ നിയന്ത്രിച്ചാൽ മതി കേട്ടോ. ചേട്ടാ ഞാൻ സംസാരിച്ചോളാം. ശരി. അതെ. ഞാൻ ഇവിടെ വന്ന് ആദ്യം പറഞ്ഞത് തമ്മിൽ തല്ലരുതെന്നാണ് കേട്ടോ. അത് ചേട്ടൻ കേട്ടായിരുന്നോ? പിന്നെ ചേട്ടൻ ഇവിടെ പിടിച്ചിരുത്തിയല്ലേ? ചേട്ടാ
നിങ്ങൾ ഇവിടെ പിടിച്ചിരുത്തിയതല്ലേ? നിങ്ങളാണ് നാളെ, ഒരു മിനിറ്റ്, നിങ്ങളാണ് നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടത്. ഈ ഇലക്ഷനും അതിൻ്റെ ബഹളങ്ങളൊക്കെ കഴിയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അത് ആവർത്തിക്കരുത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കാൻ പോകണ്ട. അവനവൻ തല്ലുണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. മറ്റുള്ളവരുടെ അടുത്ത് പോകുമ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് അതങ്ങോട്ട് മായ്ച്ചു കളയാം, തുടങ്ങാം. ഓക്കെ. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കേട്ടും ഇങ്ങനെ ഇലക്ഷൻ വരുമ്പം ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പരിപാടി എന്ന് പറയുമ്പോൾ ചിലർ പറയും കറിയാ ഞങ്ങളുടെ നേതാവ്, അടിയാ ഞങ്ങളുടെ പരിപാടി. ഇപ്പം നമ്മുടെ ഈ കേരളത്തിൻ്റെ വടക്ക് കാസർഗോഡ് കഴിഞ്ഞാലും കേരളത്തിൻ്റെ തെക്ക് തിരുവനന്തപുരം കഴിഞ്ഞാലും കേരളത്തിൻ്റെ കിഴക്ക് അങ്ങ് പാലക്കാട് അവിടം കഴിഞ്ഞാലും ഇവരെല്ലാം ഒന്നാണ്. ഇവരുടെ പരിപാടി എന്താ? ഇന്ത്യ മുന്നണി. ആരാ നിങ്ങളുടെ നേതാവ്? ആരാന്ന് പറയാനൊക്കില്ല. എന്താ നിങ്ങളുടെ പരിപാടി? ആ പരിപാടിയാണ് ഇപ്പം ഇവിടെ കണ്ടത്. രണ്ട് ഇവിടെ ഞാൻ പ്രിയങ്കാ ഗാന്ധിയെക്കുറിച്ച് ഒന്നും മോശമായി പറഞ്ഞിട്ടില്ല. അന്ന് പത്രങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളിപ്പോൾ സംവാദം ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അത് അവിടെ ഇരിക്കുന്നവരും മാന്യത പുലർത്തണം, ഇവിടെ ഇരിക്കുന്നവരും മാന്യത പുലർത്തണം. ഇപ്പോൾ പെട്രോളിൻ്റെ വില എങ്ങനെയായിരുന്നു? ഇന്ത്യ ഗവൺമെൻറ് ആയിരുന്നു നിശ്ചയിക്കുന്നത്. കോൺഗ്രസ് ആണ് ആ പെട്രോളിൻ്റെ വില നിശ്ചയിക്കാനുള്ള അധികാരമെടുത്ത് പെട്രോളിയം കമ്പനികളെ ഏൽപ്പിച്ചത്. പെട്രോളിന് വില കുറയ്ക്കുമെന്ന് പറഞ്ഞു വന്ന BJP എന്ത് ചെയ്തു? ഡീസലിൻ്റെ കൂടി വില നിയന്ത്രിക്കാനുള്ള അധികാരമെടുത്ത് ഡീസൽ കമ്പനികളെ ഏൽപ്പിച്ചു. അതല്ലേ ഇവിടെ ഉണ്ടായത്. 2, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഞങ്ങളുടെ എതിർപ്പെന്താ? നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം, BJPയെ താഴെ ഇറക്കണം, ഈ രാജ്യത്തെ മതേതരത്വം സംരക്ഷിക്കപ്പെടണം. ഇങ്ങനെ വർഗീയമായി ചിഹ്നിപ്പിക്കേണ്ട നാടല്ല ഇന്ത്യ. ആ നരേന്ദ്രമോദിയെ താഴെ ഇറക്കണമെങ്കിൽ കേരളത്തിൽ, ഇന്ത്യയിൽ കോൺഗ്രസ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, ഒരു സംശയവുമില്ല. ഇപ്പോൾ 50 പാർലമെൻറ്റ് അംഗങ്ങളെ ഉള്ളെങ്കിലും പണ്ട് 450ഉം 500ഉം ഒക്കെ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. നിങ്ങളുടെ നേതാവ് മതേതര മുന്നണിയിൽ ഒപ്പം നിൽക്കുന്ന, ഇന്ത്യ മുന്നണിയിൽ ഒപ്പം നിൽക്കുന്ന CPIയുടെ ദേശീയ നേതാവ് ആനി രാജയ്ക്കെതിരെയാണോ മത്സരിക്കേണ്ടത്? അതോ അങ്ങ് UPയിൽ 80 സീറ്റുണ്ടല്ലോ, രാജസ്ഥാനിലുണ്ടല്ലോ, ബീഹാറിലുണ്ടല്ലോ, മധ്യപ്രദേശിലുണ്ടല്ലോ, അവിടെ പോയല്ലേ മത്സരിക്കേണ്ടത്? BJPയെ നേരിടാനായിരുന്നുവെങ്കിൽ. ഒറ്റ കാര്യം കൂടെ അബിൻ പറഞ്ഞു, വികസനമാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. ഞാൻ പറയുന്നു, 15 വർഷം കൊണ്ട് ആന്റണി ഇവിടെ നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു വികസന പ്രശ്നം നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കാൻ കഴിയും? ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറയുന്നതെല്ലാം വ്യാജമാണ്. എല്ലാത്തിനും ആന്റണി വികസന പ്രവർത്തനം ചെയ്തില്ല എന്നാണ് പറയുന്നത്. കോന്നി കേന്ദ്ര വിദ്യാലയം അദ്ദേഹത്തിന്റെ സമഫലമായി വന്ന സാധനം. ഇതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു മിനിറ്റ്, കേന്ദ്രീയ വിദ്യാലയമാണല്ലോ. നിങ്ങളുടെ ചോദ്യം എത്ര കേന്ദ്രീയ വിദ്യാലയ MP പണിതു നിങ്ങൾ പറയുന്നേ? അത് കണക്കുണ്ടോ? അല്ലല്ല, കോന്നിയിലെ മാത്രം മതി. ശരി, കോന്നി മാത്രമല്ല ഉള്ളോ? വേറൊന്നുമില്ലല്ലോ. അടൂരും ചെന്നീർക്കരയും ഉണ്ട്. MP പറയുന്നുണ്ട് 3 കേന്ദ്രീയ വിദ്യാലയമെന്ന്. നിങ്ങൾ കേൾക്ക്, നിങ്ങൾ മറുപടി കേൾക്ക്. ഒരു വാക്കിന് തർക്കിച്ച് ഒരു ചർച്ചയും പോകാൻ പറ്റില്ല. ഓരോ വാക്കിന് തർക്കിച്ച് ഒരു ചർച്ചയും പൂർത്തിയാക്കാൻ പറ്റില്ല. അദ്ദേഹം ഒന്ന് പറയട്ടെ, ജനപ്രതിനിധി അല്ലേ? നിങ്ങളിപ്പോ വേണ്ട, ഹലോ, ഒരടി കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ അടിയില്ല ചേട്ടാ, ഒന്നുകൊണ്ട് മതിയായില്ലേ? പ്ലീസ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കല്ലേ ചേട്ടാ. ചെയ്യരുത് പ്ലീസ്, ചെയ്യരുത്. ഗൂഗിൾ എടുത്ത് ആർക്കും അടിച്ചു നോക്കാം. അടൂർ കേന്ദ്രീയ വിദ്യാലയം അടിച്ചാൽ മതി. 1993 അടൂർ കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചു. അന്ന് ആന്റണി ഈ ജില്ലയിലും ഇല്ല, ഇവിടുത്തെ MP അല്ല. പിന്നീട് 1998 അടൂർ കേന്ദ്രീയ വിദ്യാലയത്തിന് കെട്ടിടം നിർമ്മിച്ചു. ചെങ്ങറ സുരേന്ദ്രൻ എന്നാണ് MP-യുടെ പേര്. അടുത്തത് ചെന്നീർക്കരയിൽ 2016 കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചു. 2019 കോന്നിയിൽ കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചു. രാജ്യത്ത് 25 കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചപ്പോൾ കോന്നിയിൽ കൃഷി വകുപ്പിൻ്റെ 8 ഏക്കർ ഭൂമി അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ K. സുനിൽകുമാർ അത് കേന്ദ്രീയ വിദ്യാലയത്തിന് വിട്ടുകൊടുത്തത് കൊണ്ടാണ് അവിടെ കേന്ദ്രീയ വിദ്യാലയം ഉണ്ടായത്. അന്ന്
കോന്നിക്കാർ മറന്നുപോയിട്ടില്ല മോനെ. അന്ന് MP കോന്നിയിൽ അത് അനുവദിക്കുന്നതിന് എന്തെല്ലാം പൊല്ലാപ്പുണ്ടാക്കിയെന്ന് കോന്നിക്കാർ മറന്നുപോയിട്ടില്ല. 93-ൽ കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചു. അത് MP-യുടെ ഉത്തരവാദിത്വത്തിൽ അനുവദിച്ചു. പക്ഷേ ഞാൻ പറയട്ടെ, അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറയുന്നത് പറഞ്ഞ കാര്യമാണല്ലോ. അദ്ദേഹം പറഞ്ഞു 2016-ൽ കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചു. പക്ഷെ അത് സംസ്ഥാനത്തെ മറ്റേ എഡ്യൂക്കേഷൻ മന്ത്രിയുടെ കേരളമാണ്. എൻ്റെ സാർ 2016-ൽ കേന്ദ്രീയ വിദ്യാലയം അനുവദിക്കുമ്പോൾ ഇവിടെ MP-യുടെ പേര് ആന്റോ ആന്റണി എന്നാ. അതിനെന്താ സംശയമുള്ളേ? എന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഇടയിൽ സംസാരിക്കുന്നത് ഞാനും താങ്കളും ഒരു അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് സംസാരിക്കില്ല. ഇനി ഞാൻ രണ്ട് ആ കേന്ദ്രീയ വിദ്യാലയത്തിനെതിരെ സമരം ചെയ്ത ആകെ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ CPM എന്നാണ്. MLA എന്ന് പറഞ്ഞാൽ ജനീഷ് കുമാർ എന്നാണ്. വഴിമുടക്കിയവരാണ് നിങ്ങൾ. വഴിമുടക്കിയവർ കോന്നി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ വഴിമുടക്കിയവരാണ് പറഞ്ഞല്ലോ. അതൊരു വ്യക്തിപരമായ പരാമർശമാണെന്ന് MLA-ക്ക് ഞാൻ പറയാം. ഒരു മിനിറ്റ്. അബിൻ ജനീഷ് കുമാറിനെതിരെയാണ് ആരോപണം പറഞ്ഞത്. ജനീഷ് അതിന് മറുപടി പറയും. ജനീഷ് പറയും. നിങ്ങൾ മിണ്ടായിരുന്നു. ജനീഷ് പറയും. എവിടെയെങ്കിലും കേട്ടിട്ട് എന്തെങ്കിലും പറയല്ലേ? കേന്ദ്രീയ വിദ്യാലയത്തിനെതിരെ സമരമോ ഒരു വാക്കെങ്കിലും ഞാൻ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ പണി നിർത്തി പോകാം. നിങ്ങൾ ഈ നഗരഹൃദയത്തിൽ നിൽക്കുന്നല്ലോ. 15 വർഷം ഇവിടുത്തെ MP ആന്റോ ആന്റണി ആണല്ലോ. എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഹൈമാസ് ലൈറ്റും വെയിറ്റിംഗ് ഷർട്ടും പറയരുത്. ഈ കേന്ദ്ര വിദ്യാലയം ഒഴിവാക്കി സാധാരണ ജനങ്ങൾ തിങ്ങി താമസിക്കുന്നിടത്ത് വന്ന ആളാണ് ഞാൻ. എന്തെങ്കിലും MP-യുടെ ഒരു വികസനം 10 രൂപയുടെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയോ? ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം കിടപ്പുണ്ട്. അത് കാട് മൂടിക്കിടക്കുകയാണ്. എന്താണ് MP-യുടെ വികസനം എന്ന് നിങ്ങളോട് പറയണം. കള്ളം പറയരുത്. ഞാൻ പറയട്ടെ. ഏതായാലും ഹൈമാസ്റ്റ് ലൈറ്റ്, കേന്ദ്രീയ വിദ്യാലയം, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡ്, ഇത് മൂന്നും ഞാൻ പറയട്ടെ. ഞാൻ ഉത്തരവല്ല പറയണം. എന്റെ ഉത്തരവല്ലാതെ നിങ്ങൾ തീരുമാനിക്കണം. എനിക്കറിയാം ഉത്തരവല്ലാതെ എനിക്കറിയാം. എന്നെ പഠിപ്പിക്കണം. ഞാൻ പറയട്ടെ. അതായത് ഇത് മൂന്നും MP-യുടെ വികസനമാണ് സമ്മതിച്ചു. ഏതായാലും ഈ അബാനില് ഒരു മേൽപ്പാലം പണിയുന്നുണ്ട്. ആ അബാനിൽ ഒരു മേൽപ്പാലം പണിയുണ്ട്. കോടഞ്ചേരിയിൽ ഒരു പാലം പണിയുണ്ട്. ആ വികസനമൊക്കെ എന്തായെന്ന് മന്ത്രിയോട് ചോദിച്ചത്. ഒന്ന് നിർത്ത് ചേട്ടാ, ഒരു മിനിറ്റ്. നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരു വാക്യം തീർക്കുന്നതിന് മുമ്പ് കൂവിയിട്ട് കൈയടിച്ചിട്ടും മറുപടി കേൾക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചോദിച്ചാൽ മതിയോ? അതൊന്നും അല്ല, ഒറ്റ സെന്റൻസ് പൂർത്തിയാക്കുന്നതിന് ഇടപെട്ടു. നിങ്ങളുടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ഇവിടെ ഇങ്ങനെ ഓരോ കാര്യത്തിലും തർക്കിച്ചോണ്ടിരുന്നാൽ ചേട്ടാ, അല്ലല്ല, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു. അല്ലെ, ഇങ്ങനെ ഓരോ കാര്യത്തിലും തർക്കിച്ചാൽ എനിക്ക് ജനീഷ് കുമാർ പറയുമ്പോ അങ്ങനെ തർക്കിച്ചൊന്നും ആരും ഇവിടെ മുന്നോട്ട് പോവില്ല. ഇവിടുത്തെ റോഡുകളുടെ വികസനത്തെ പറ്റി പറഞ്ഞു. ഇവിടുത്തെ റോഡുകൾ PMGSY പദ്ധതി പ്രകാരം MP കൊണ്ടുവന്ന റോഡുകളുടെ വികസനത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇനി ഈ കേരളത്തിൽ 5ാമതൊരു വിമാനത്താവളം വരാൻ പോകുന്നു. അത് എരുമേലിയിലാണ്. അത് ഈ പാർലമെന്റിന്റെ അകത്ത് ബഹുമാനപ്പെട്ട MP-യുടെ ശ്രമഫലമായിട്ട് ഉണ്ടാവാൻ പോവുകയാണ്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനുള്ള ഒരു സഹിഷ്ണുതയെങ്കിലും കാണിക്കണം. താങ്കളുടെ അണികളോട് പറഞ്ഞു. കാരണം ഞാൻ സംസാരിക്കുമ്പോ ഞാൻ കരുതിയത് നമ്മളൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി. അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, ഇനി ജനീഷ് പറയും നിങ്ങൾ ഇടപെടില്ല, അബിൻ പറയുമ്പോൾ നിങ്ങൾ ഇടപെടില്ല. ഓക്കെ, എഗ്രിമെന്റ്. തിരുവല്ലയിൽ ഒരാഴ്ച നിർത്താതെ പോകുന്ന ട്രെയിനുകളുടെ എണ്ണം 47. തിരുവല്ലയിൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് പോലുമില്ല. ശബരിമല തീർത്ഥാടനം വന്നു. ശബരിമല തീർത്ഥാടകരെ പോലും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവിടെ ട്രെയിൻ നിർത്താതെ പോകുമ്പോൾ ഇടപെടേണ്ട പാർലമെന്റ് അംഗം മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ കാര്യം, വികസന പദ്ധതിയായിട്ട് പറഞ്ഞ റോഡ് PMGSY പദ്ധതിയാ. ജനം പൊട്ടന്മാരല്ല. PMGSY പദ്ധതിയിൽ 40% പണം സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെയാണ്. അതിൻ്റെ ലിസ്റ്റ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അറിയില്ലെങ്കിൽ അബിൻ പോയി പഠിക്കണം. PMGSY പദ്ധതി എന്ന് പറഞ്ഞാൽ MP-യുടെ അല്ല. വിമാനത്താവളം
ഈ വിമാനത്താവളം എന്നൊക്കെ പറഞ്ഞ് ആരെയാ നിങ്ങൾ ഇങ്ങനെ കബളിപ്പിക്കുന്നത്? അദ്ദേഹം ഈ വിമാനത്താവളത്തിൻ്റെ കാര്യം അറിഞ്ഞ എങ്ങനെയാണെന്നറിയാവോ? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ലോകസഭ ക്വസ്റ്റ്യൻ എടുക്കണം. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം 2-ാം തീയതി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എരുമേലി ഗ്രീൻഫീൽഡ് എയർപോർട്ട് അത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് അപേക്ഷ വല്ലതും നൽകിയിട്ടുണ്ടോ? അവിടെ അനുവദിക്കുന്നതിന് അപേക്ഷ വല്ലതും നൽകിയിട്ടുണ്ടോ? അതിൻ്റെ സ്ഥിതി എന്തായി? മറുപടി വളരെ വ്യക്തമായി ആൻ്റണിക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കൊടുത്തിട്ടുണ്ട്. എന്താ മറുപടി? സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനമെടുത്തു. എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർക്ക് ഗുണകരമായ എയർപോർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനമെടുത്തു. എടുത്തതിന് ശേഷം അത് നടപ്പിലാക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തത് അതിൻ്റെ നടപ്പിലാക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെയാണ്. KSIDC ആണ് അപേക്ഷ കൊടുത്തത്. അതിൻ്റെ സെക്യൂരിറ്റി സാങ്ഷനാണ് ഇനി ലഭിക്കേണ്ടത്. അത് അവിടെ നിൽക്കുമ്പോൾ ഇന്ന് അദ്ദേഹം പത്രത്തിൽ കൂടെ പറഞ്ഞേക്കുക പാരിസ്ഥിതിക അനുമതിയാണ്. എന്താന്ന് പോലും അറിയില്ല. വിമാനത്താവളം വേറൊരു കാര്യം, ഇന്നൊരു പത്രത്തിൽ അദ്ദേഹം എഴുതിയേക്കാണ്. ഗ്രീൻഫീൽഡ് ഹൈവേയുടെ അലൈൻമെന്റ് അദ്ദേഹം നിശ്ചയിച്ചു. അവിടെ കൂടലും കലഞ്ഞൂറും എല്ലാം ഒഴിവാക്കി ഗ്രീൻഫീൽഡ് ഹൈവേയുടെ അലൈൻമെന്റ് തീരുമാനിച്ചിട്ടില്ല. 1, 2 ഭാരത് മാതാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രീൻഫീൽഡ് ഹൈവേ തിരുവനന്തപുരം അങ്കമാലി ഹൈവേ നിശ്ചയിച്ചിരുന്നത്. അത് ഭാരത് മാതാ പദ്ധതിയിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് ഒഴിവാക്കി. ഈ MP അറിഞ്ഞിട്ടില്ല. അത് ഗ്രീൻഫീൽഡ് ഹൈവേ ഭാരത് മാതാ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയ വിവരം പോലും അറിയാത്ത ഏതായാലും ഒരു കാര്യം, അദ്ദേഹം ആന്റണി ആ വിമാനത്താവളത്തിന് വേണ്ടി പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞു. അത് തന്നെ വലിയ നിയമസഭ ചോദ്യം ചോദിക്കും വിമാനത്താവളത്തിൽ. പിന്നെ ഒറ്റ കാര്യമാണ് ശബരിമലയിലെ തിരക്ക്. ബെസ്റ്റ് കാര്യം, ശബരിമലയിൽ തിരക്ക് വന്നിട്ട് എത്തി നോക്കാതെ ഒരു നടപടി എടുക്കാതിരുന്ന ഈ സർക്കാർ നവകേരള സദസ്സ് നടത്താൻ പോയേക്കുവായിരുന്നു. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ ആചാരം തെറ്റിച്ച സ്ത്രീകളെ കയറ്റാൻ കൂട്ടുന്നവരാണ്. ഇതൊന്നും മറക്കില്ല, ഇതൊന്നും ജനം മറക്കില്ല. ആചാരം തെറ്റിച്ച സ്ത്രീകളെ കയറ്റാൻ കൂട്ടുന്നവരാണ് ജനം മറക്കില്ല. ശബരിമലയിൽ ആചാരം തെറ്റിച്ച് സ്ത്രീകളെ കയറ്റാൻ കൂട്ടുന്നവരാണ് ജനം മറക്കില്ല. ആചാരം തെറ്റിച്ച് സ്ത്രീകളെ കയറ്റിയവരാണ് ജനം മറക്കില്ല. ഞാൻ ചോദിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ജനീഷിന് മറുപടി പറയാൻ ചെയ്യും. ജനീഷ് പറഞ്ഞതിൽ ശ്രീ നോബൽ മാത്യുവിന് എതിർപ്പുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. എനിക്ക് ജനീഷിനോടോ അബിൻസിനോടോ ഒന്നും എനിക്ക് വലിയ പിണക്കമോ ഒന്നുമില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജനീഷ് ഭാരത് മാതാ പദ്ധതി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വാസ്തവത്തിൽ അഭിമാനം ഉണ്ടായി. ജനീഷൊക്കെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയല്ലോ, നല്ല കാര്യം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതിനു മുമ്പ് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഇവിടെ 10 വർഷം ഭരിച്ചിരുന്ന UPA സർക്കാരുണ്ട്. ആ UPA സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാരുണ്ടായിരുന്നു. ഒരു നല്ല അലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ 6 പൈൻറ്റും 2 ഫുള്ളും. AK ആന്റണിയും വയലാർ രവിയും 2 ഫുള്ളും. അല്ല അത്ര ഉണ്ടായിട്ട് സഹമന്ത്രിമാരും 2 കേന്ദ്രമന്ത്രിമാരും അവരുണ്ടായിട്ട് അവരിനി വിടില്ല. ഞാൻ പറയാ അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? തല്ലി തീർക്കാന്നാണോ? ഞാൻ അഭിനയ ഇനി സംസാരിക്കരുത്. അത് പിൻവലിക്കാതെ മുന്നോട്ട് പോകില്ല. ഞാൻ പറഞ്ഞത് ഇനി സംസാരിക്കരുത്. അവിടെ നിൽക്ക. ഈ പറയുന്ന ജനീഷിനെയോ ഈ പറയുന്ന അഭിനയോ നോബിളിനെയോ ഞാൻ നേരിട്ട് വിളിച്ചാൽ അവരുടെ പാർട്ടി നിയോഗിക്കുന്ന ആളുകളാണ്. ചേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? തല്ലി തീർക്കാം എന്നാണോ? അല്ല, എന്നാ മിണ്ടാതിരി. ഞാൻ പറയാം, എനിക്ക് പറയാനുള്ളൊരു ഗ്യാപ്പ് തരൂ.
ഈ വ്യക്തികളെ ഇങ്ങനെ ഇത്തരത്തിൽ വിശേഷിപ്പിക്കാൻ പാടില്ല. 8 കേന്ദ്രമന്ത്രിമാരുടെ പേര് പറഞ്ഞ അവരുടെ ശാരീരിക സവിശേഷതകൾ കൊണ്ട് സംസാരിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ചേട്ടൻ അത് പിൻവലിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഞാൻ പറയുന്നു 6 കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സഹമന്ത്രിമാരും 2 ക്യാബിനറ്റ് മന്ത്രിമാരും ഇവിടെ ഉണ്ടായിരുന്നു. അവര് ചെയ്തതിന്റെ 10 ഇരട്ടി പരിപാടികളാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ആവശ്യം നടന്നു. ഇവിടെ റെയിൽവേ, ഇവിടെ ഭാരത്മാല പദ്ധതി, അത് ആ കാര്യം തന്നെ ഞാൻ പറഞ്ഞോളൂ. 6 കേന്ദ്ര 6 സഹമന്ത്രിമാരും 2 ഫുൾ മന്ത്രിമാരും ഇവിടെ ചെയ്തിരിക്കുന്നു. അത് പിൻവലിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് നടക്കില്ല. അത് പിൻവലിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് നടക്കില്ല. അതായത് പിൻവലിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ചോദിക്കാണ് അത് പിൻവലിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് പിൻവലിക്കാതെ പറയാണ് ചെയ്യുന്നത്. ഞാൻ പറയാണ്, 1 മിനിറ്റ് ഞാൻ ചോദിക്കാം, 1 മിനിറ്റ്. ശ്രീ നോബിൾ മാത്യു, അങ്ങ് സഹമന്ത്രിമാരെയും മന്ത്രിമാരെയും ആണെങ്കിലും ആളുകളെ ആണെങ്കിലും അങ്ങനെ ആ വിശേഷണം അവർ അംഗീകരിക്കുന്നില്ല. അത് തിരുത്താനുള്ള ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ബി ജെ പിയുടെ പ്രതിനിധിയോടും ഏറെ ബഹുമാനീയനായ ജനീഷ് കുമാർ MLA-യോടുമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, ജനീഷ് കുമാർ MLA ഇവിടെ പറയുകയുണ്ടായി, ഗൂഗിളിൽ തപ്പിയാൽ കേന്ദ്ര വിദ്യാലയം പണിഞ്ഞത് ചെങ്ങറ സുരേന്ദ്രൻ MP-യും അതിനു മുമ്പുള്ളവരെല്ലാം അവിടെ പറയുകയുണ്ടായി. ബഹുമാനീയനായ MLA-യോട് ഞാൻ ചോദിക്കട്ടെ, ഗൂഗിളിൽ തപ്പിയാൽ കോന്നി മെഡിക്കൽ കോളേജ് പണിഞ്ഞത് ആരാ എന്ന് കാണാൻ പറ്റുമോ? ഒന്നാമത്തെ എൻ്റെ ചോദ്യം. നിങ്ങളുടെ MLA-ക്ക് മറുപടി പറയാൻ അറിയില്ലേ? ഇന്നിപ്പോ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു നിങ്ങളെല്ലാം ഇവരുടെ കൂടെ ഇനി ചർച്ചയ്ക്ക് വേണ്ട. ഞാൻ ആ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, ഇന്ന് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ് ബഹുമാനീയനായ മാത്യു ടി തോമസും നിങ്ങളുടെ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി സാറും കൂടെ കർണാടകയിലെ BJP-യുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പോയിരിക്കുക. അതിനെക്കുറിച്ചുള്ള താങ്കളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ശബരിമലയാണ് അബിൻ പറഞ്ഞ ഒരു കാര്യം. 15 വർഷം MP ആയിരുന്നു. ആ ഭഗവാന്റെ തിരുനടയ്ക്കു മുമ്പിൽ ഒരു ദിവസം പത്തനംതിട്ട പാർലമെന്റ് അംഗം പോയി നിന്നിട്ടുണ്ടോ? ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു ചിത്രം അദ്ദേഹം കാണിക്കണം. കഴിഞ്ഞ സീസൺ മാത്രം 6 തവണയാണ് ഞങ്ങൾ പോയത്. കേരളത്തിന്റെ ദേവസ്വം മന്ത്രി പോയത്. ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതിയുണ്ട് അവിടെ. ഒരു കേന്ദ്ര പദ്ധതി അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞോ? മാധു, ഷാ മോശക്കാരനല്ല. ഷാ ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന നേതാവാ, കൗൺസിലറാ. ഷാ ചോദിച്ചത് കോന്നി മെഡിക്കൽ കോളേജിന്റെ പിതാവാരാന്നാ. ഒരു സംശയവുമില്ല, ഡോക്ടർ തോമസ് ഐസക്. ഷാ, നിങ്ങൾ ഇപ്പൊ ഇടിയും കൊണ്ട് പുറകെ നടക്കുകയാണല്ലോ. BJP-ക്കാർ തോമസ് ഐസക്കിന്റെ 352 കോടി രൂപയാണ് ഉപതെരഞ്ഞെടുപ്പിനു ശേഷം കോന്നി മെഡിക്കൽ കോളേജിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കിഫ്ബിയിൽ നിന്നും ഡോക്ടർ തോമസ് ഐസക് അനുവദിച്ചത്. അതുവരെ ഇത്തിളി കയറി നിന്ന മെഡിക്കൽ കോളേജ് അന്നാണ് മെഡിക്കൽ കോളേജായി മാറിയിട്ടുള്ളത്. ബഹുമാനിയായ കേരളത്തിന്റെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ കോന്നി മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞ എന്താണ് നമുക്ക് നിയമസഭ രേഖകളിൽ തപ്പി അറിയാം. വീഡിയോയുണ്ട്. കോന്നിയിൽ എവിടെയോ ആരും കയറാത്ത ആന കയറാവുന്നൊരു സ്ഥലത്ത് ആനകുത്തിയിലെ മെഡിക്കൽ കോളേജിന് സ്ഥലം കണ്ടെത്തിയെന്ന് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞ റിപ്പോർട്ടുകളുണ്ട്. അതിനെക്കുറിച്ച് എന്താ താങ്കളുടെ അഭിപ്രായം? അത് പറയാം. കോന്നി മെഡിക്കൽ കോളേജിന്റെ ചരിത്രം മനസ്സിലാക്കണം. അവിടെ തറക്കല്ലിട്ടാൽ മെഡിക്കൽ കോളേജ് ആവില്ല. ഒരനുമതിയും ഇല്ലാതെ പാരിസ്ഥിതിക അനുമതി പോലും ഇല്ലാതെയാണ് അവിടെ തറക്കല്ലിട്ടത്. അതിനുശേഷം കരാറുകാരന് പൈസ കൊടുക്കാൻ പണമില്ലാതെ കരാറുകാരൻ പോയടത്തു നിന്ന്
ഡോക്ടർ തോമസ് ഐസക് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 352 കോടി രൂപയും കൊണ്ടാണ് അത് മെഡിക്കൽ കോളേജായി മാറുന്നത്. ഇപ്പൊ ശ്രീ ജനീഷ് കുമാർ ആന്റണി മല കയറുന്ന ചിത്രമുണ്ടോന്ന് ഇതാ സാർ, കണ്ടോളൂ സാർ, കണ്ടോളൂ. മല കയറുന്ന ചിത്രം, മല കയറുന്നതല്ല, തിരുനടയിൽ ശബരിമല ഇങ്ങനെ നുണ പറയുന്ന ഒരാളെ ഇങ്ങനെ എന്തിനാണ് നുണ പറയുന്നത്? മല തിരുനടയിൽ ഒരു ദിവസം അത് വ്യാജ ചിത്രമാണ്, അവിടെ വന്നിട്ടില്ല. കോന്നി മെഡിക്കൽ കോളേജിന് ശബരിമല ഭഗവാന്റെ അത് ക്ലിയർ ചെയ്തു പോകും, ക്ലിയർ ചെയ്തു പോകും. എന്റെ ചോദ്യം, ഉമ്മൻചാണ്ടിയുടെ പല പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ശബരിമലയുടെ ജനപ്രതിനിധികളെ ആളുകൾ തെരഞ്ഞുവിടുന്നത് അമ്പലത്തിൽ പോയ കണക്ക് നോക്കാനല്ല. അത് പറഞ്ഞ് തർക്കിക്കേണ്ട കാര്യമില്ല. കോന്നി മെഡിക്കൽ കോളേജില് കോടികളൊക്കെ അനുവദിച്ചു. പക്ഷെ കഴിഞ്ഞ ആഴ്ച കോന്നി മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ വീണപ്പോ കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്ത്രീകളെ കയറ്റി ആചാരം തെറ്റിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആചാരം തെറ്റിച്ചവർ, ഹിന്ദു മതവിശ്വാസികളുടെ ആചാരം തെറ്റിച്ചവരാണ് നിങ്ങൾ. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി കൂട്ടുനിന്നവരാണ്. ശബരിമലയെ ഒറ്റിക്കൊടുത്ത തോമസ് ഐസക്കും ജനീഷ് കുമാറും മറുപടി പറയേണ്ടി വരും. ഭരണത്തിൽ കയറിയപ്പോൾ പ്രതിവർഷം 2 കോടി തൊഴിൽ ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞാണ് നിങ്ങൾ ഭരണത്തിൽ കയറിയത്. ഞങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാമല്ലോ. ഈ പത്തനംതിട്ട ജില്ലയിൽ നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ ആർക്കെങ്കിലും ജോലി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ ഞങ്ങൾക്കൊന്ന് തരണം. നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ 7 എയിംസുകളാണ് ഉണ്ടായിരുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ ഇപ്പോൾ 10 വർഷം കൊണ്ട് അത് 24 മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ 72 എയർപോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ 149 എയർപോർട്ടായി. അത് 150 പറയട്ടെ. എന്നാ കൊഞ്ഞനം കാണിക്കുന്ന പറയട്ടെ. ഞാൻ ഇവിടെ 1999 വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ശബരി റെയിൽവേക്ക് ആദ്യമേ രൂപഭാവം ചെയ്തത്. അന്ന് അങ്കമാലി, കാലടി, മൂവാറ്റുപുഴ, തൊടുപുഴ, പാല, ഭരണങ്ങാനം, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, റാന്നി, പത്തനംതിട്ട, പത്തനാപുരം വഴി പുനലൂർക്ക് റെയിൽവേ ലൈൻ പറഞ്ഞു. ആ റെയിൽവേ അതിനുശേഷം കോൺഗ്രസും ഭരിച്ചു, അതിനുശേഷം CPM ഭരിച്ചു. റെയിൽവേക്ക് സ്ഥലം ഉണ്ടാക്കി കൊടുക്കേണ്ട ആരാ? റെയിൽവേയുടെ സ്ഥലമെടുപ്പ്. അന്ന് 549 കോടിയായിരുന്നു അതിന്റെ എസ്റ്റിമേറ്റ്. ഇപ്പൊ 2870 കോടിയായി. സ്ഥലമെടുത്തു കൊടുക്കുവാൻ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ തയ്യാറായില്ല. ഞങ്ങൾക്കൊരു അവസരം തരൂ, ഞങ്ങളുടെ ഒരു MP വിജയിപ്പിക്കൂ. ഇവിടെ എയിംസ് കൊണ്ടുവരാം, ഇവിടെ എല്ലാ നിയോജക മണ്ഡലങ്ങളും മെഡിക്കൽ കോളേജ് കൊണ്ടുവരാം. ഇവിടെ ആന്റണി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞായിരുന്നു ഇവിടെ SFIക്കാർ KSUക്കാരെ കൊലപ്പെടുത്തിയെന്നുള്ളത്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ വൈകുന്നേരം ഇവിടെ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഒരാഴ്ചയായിട്ട് കാത്തിരിക്കുക. അദ്ദേഹം ഫേസ്ബുക്കിൽ എന്തൊക്കെയോ പോസ്റ്റ് ഇട്ടു. STPക്കാർ കൊന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ പേര് വരെ ഉൾപ്പെടുത്തി അത് SFIക്കാർ കൊന്നാണ്. ഇങ്ങനെ കള്ളം പറയുന്ന എന്തായാലും നിങ്ങൾ വ്യാജന്മാരാ. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല എന്തോ പറയാൻ പോകുന്നത്. 95 KP സജിത്ലാലിനെ ആന കുത്തി മരിച്ചതല്ല, SFIക്കാർ കുത്തി മരിച്ചതാണ്. 2 കണ്ണൂർ KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കേസിലെ പ്രതികൾ CPMകാരാ. കൃപേഷിന്റെ, ശരത്ലാലിന്റെ, ഷുഹൈബിന്റെ കേസ് പറയട്ടെ. ഇങ്ങനെ ചുമ്മാ നിങ്ങളുടെ ഒരു പ്രതിനിധി അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മറുപടി പറയാൻ അറിയാം. ഞാൻ ശ്രീ ജനീഷ് കുമാർ പറയും. ഈ ഷുഹൈബിന്റെ വധക്കേസിൽ ഉണ്ടായിരുന്ന ആകാശ് തിലങ്കേരി DYFIക്കാരനായിരുന്നു. കൃപേഷിന്റെ, ശരത്ലാലിന്റെ കേസ് പറയട്ടെ. കൃപേഷിന്റെ, ശരത്ലാലിന്റെ കേസിലുള്ള ആളുകൾ മുഴുവൻ CPMകാരായിരുന്നു. ഈ CPM അതിൽ പ്രശ്നമുണ്ടെങ്കിൽ ജനീഷ് കുമാർ MLA തിരുത്തും എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആകാശ് തിലങ്കേരിയുടെ വയസ്സ് 23 DYFI ആണോ? SFIക്കാരനാണ്. ഇയാൾ എവിടെന്നാ കുത്തിക്കൊന്നതാണ് ആകാശ്. ഈ ആകാശ് തിലങ്കേരിക്ക് പാടുന്ന കൃപേഷ്, ശരത്ലാല്, ഷുഹൈബ്, സജിത്ലാല് ഇതൊക്കെ CPMകാർ കൊന്നതാണ്. വ്യാജന്റെ കാര്യം പറഞ്ഞു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ, സർട്ടിഫിക്കറ്റും വ്യാജം ഉണ്ടാക്കി, അധ്യാപക കേസും വ്യാജം. പോയി ചോദിക്ക്. അബിൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാ. ഞാൻ കരുതി ആ നിലവാരത്തിലായിരിക്കും സംസാരിക്കുന്നത്. വളരെ അബിൻ
ഒരു ചർച്ചയിൽ എന്തായാലും ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവർ നിശ്ചയിക്കപ്പെടട്ടെ. ആന്റോ ആന്റണി പത്രസമ്മേളനം നടത്തി പറഞ്ഞതെന്താ? തോമസ് ഐസക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: SFI വിദ്യാർത്ഥികൾ കൊല ചെയ്യപ്പെട്ട ഒരാളുടെ പേര് ആന്റോ. ഞാനൊന്ന് പറയട്ടെ. നിങ്ങളെന്താ ഇതെന്ത് സംസ്കാരമാണോ ഇങ്ങനെ? എന്ത് സംസ്കാരം? ഞാൻ ഇത്രയും നേരം മാന്യമായി ഇയാളോട് സംസാരിച്ചു. ബഹളം വെക്കാൻ എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല. മനസ്സിലായോ? നന്നായി ബഹളം വെക്കാൻ എനിക്കറിയാവുന്നതാണ്. അബിൻ സംസാരിച്ചപ്പോ ഒരക്ഷരം മിണ്ടിയില്ല. അതെന്റെ പരിമിതിയല്ല. എനിക്കും ബഹളം വെക്കാൻ നന്നായിട്ട് അറിയാം. ബഹളം വെച്ച് ഈ വസ്തുതകളെ കാണാമറയത്താക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കേണ്ട. ഈ പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിലേക്ക് പോകണം. CV ജോസ് എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. എറണാകുളത്ത് നടന്ന മഹാരാജാസിൽ നടന്ന കലോത്സവത്തിൽ 1ാം സ്ഥാനം വാങ്ങിച്ച തിരിച്ച് ആ ക്യാമ്പസിലെത്തിയപ്പോഴാണ് ആ തെരഞ്ഞെടുപ്പിൽ SFIയെ വിജയിപ്പിച്ചു എന്ന ഒറ്റ കാരണത്താൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം മുമ്പിലിട്ട് ആ ജോസിൻ്റെ നെഞ്ചത്ത് കത്തികുത്തി കൊലപ്പെടുത്തിയത് നിങ്ങൾ. ആ ക്യാമ്പസിലെ തന്നെ MS പ്രസാദ് ആ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. SFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഒരു തിരുവോണ നാളിലാണ് അമ്മയോടൊപ്പം തൂസനലയിൽ തിരുവോണ സദ്യയും കഴിച്ച് ചിറ്റാർ മാർക്കറ്റിലേക്ക് സിനിമ കാണാൻ പോയപ്പോൾ നിങ്ങൾ കൊലപ്പെടുത്തിയത്. ലിസ്റ്റ് ഞങ്ങൾ നീണ്ടു തരാം. നിങ്ങൾ എവിടെ നിന്നേലും പറഞ്ഞിട്ട് കാര്യമില്ല. സാർ, ഈ കൃപേഷ് ശരത്ലാൽ ഷുഹൈബ് 3 വധക്കേസ് കൊലപ്പെടുത്തി SFI ആണോ? SFI തന്നെയാണ്. SFI അല്ല. അവർക്ക് പറയാറിലൂടെ അവർക്ക് പറയാറിലൂടെ അവർക്ക് പറയാനറിഞ്ഞൂടെ അവർക്ക് പറയാൻ അറിഞ്ഞുകൂടെ? ചേട്ടൻ എന്താ കസേര തടയാൻ പോണോ? ആളുകളെ വിട്ട് കൊന്ന ചോറ് അവിടെ ഇരിക്കേണ്ട. SFI ആണ്. SFI ആണ്. അവനാണ് കൊന്നത്. അവനാണ് കൃപേഷിനെ കൊന്നത്. ഈ നാട്ടിലെ 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ നിങ്ങളുടെ സഹായം വേണോ? ജനീഷ് മറുപടി പറയുന്നേ. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് 12 ഗ്യാസ് കുറ്റികൾ സബ്സിഡിയായി തരുമെന്നും പിന്നീട് അതിന് മുഴുവൻ പൈസയ്ക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം നരേന്ദ്രമോദി ഇവിടെ പ്രധാനമന്ത്രി ആയപ്പോൾ മുഴുവൻ പൈസയ്ക്കും 1000 രൂപയ്ക്ക് മുകളിൽ LPG ഗ്യാസ് കൊടുക്കുകയും സബ്സിഡി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുതരാമെന്ന് പറയുകയും ചെയ്തിരുന്നു. കേവലം 5-6 മാസത്തിന് ശേഷം ഇപ്പം 6 അക്കൗണ്ടിലേക്കും സബ്സിഡി തുക വരുന്നില്ല. എല്ലാവരും 1000 രൂപ പുറത്ത് തന്നെയാണ് LPG ഗ്യാസ് മേടിക്കുന്നത്. പിന്നെ നിങ്ങൾ ഒരുപാട് കണക്കുകൾ പറഞ്ഞു, എയർപോർട്ടിൻ്റെയും കാര്യങ്ങളുടെ എല്ലാം കണക്കുകൾ പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ 23 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പുതുതായി വരികയും ഒരെണ്ണം പോലും വിൽക്കുകയും ചെയ്തില്ല. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് 66 എണ്ണം കൊണ്ടുവന്നു, ഒരെണ്ണം പോലും വിൽക്കുകയും ചെയ്തില്ല. നരേന്ദ്രമോദിയുടെ കാലത്ത് 23 എണ്ണമാണ് നിങ്ങൾ വിറ്റ് തുലച്ച് കളഞ്ഞത്. ഭാരതത്തിൽ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഗ്യാസ് കണക്ഷനുകൾ, ആ ഗ്യാസ് കണക്ഷനിൻ്റെ 4 ഇരട്ടിയാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് ചെയ്തിരുന്നത്. അതിൻ്റെ അകത്ത് 4 ഇരട്ടി കൊടുത്തിരിക്കുന്നു. 4 ഇരട്ടി കണക്ഷൻ കൊടുത്തു. ആ കണക്ഷൻ ഫ്രീ ആയിട്ട് നമ്മുടെ നാട്ടിൽ അടുപ്പിലൂതി ഒരു വീട്ടമ്മയുടെ ലങ്സിലേക്ക് എതിരുന്ന ആ പുക അതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് കോടിക്കണക്കിന് ഗ്യാസ് കണക്ഷനുകളാണ് നരേന്ദ്രമോദി. കൂടുതൽ കണക്ഷൻ കൊടുത്താൽ സബ്സിഡി പിൻവലിക്കും എന്ന് പറഞ്ഞിരുന്നോ? കൂടുതൽ കണക്ഷൻ കൊടുത്ത് സബ്സിഡി പിൻവലിച്ചിട്ടില്ല ഇതുവരെ. സബ്സിഡി ആർക്കാണ് കിട്ടുന്നത്? സബ്സിഡി ആർക്കാ കിട്ടുന്നത്? സബ്സിഡി കൊടുക്കുന്നുണ്ട്. അങ്ങേക്ക് കിട്ടുന്നുണ്ടോ? സബ്സിഡി ഒക്കെ കൊടുക്കുന്നുണ്ട്. ഉണ്ടെന്നേ ഇവിടെ പറഞ്ഞല്ലോ. ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ 2 പതാക, 2 ഭരണഘടന, 2 രാജ്യങ്ങൾ. അവിടേക്കാണ് പറയാം. ഏക് ദേശ് മേ ദോ വിധാൻ, ദോ പ്രധാൻ, ദോ നിശാൻ, നഹി ചലേംഗെ എന്ന് പറഞ്ഞു. അവിടെ ആർട്ടിക്കിൾ 370 ഞങ്ങൾ എടുത്തു കളഞ്ഞു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. തന്നെയാണ് ജമ്മു കാശ്മീരിന്റെ കാര്യം ഭരണഘടനയുണ്ടായിരുന്നുള്ളൂ. ചൂടേറിയ രാഷ്ട്രീയ വിവാദങ്ങളും വികസന വിഷയങ്ങളും മുന്നിൽ തന്നെയാണ് പത്തനംതിട്ടയിലെ പ്രചാരണം അവസാനിപ്പിച്ചത്. ഇത്രയേറെ ഒരു ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടിയ ഒരു ലൈവ് ടോക്ക് ഷോ എൻ്റെ ഓർമ്മയിൽ പോലുമില്ല. എന്തായാലും പത്തനംതിട്ട ചൂടേറിയ രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ ചിഹ്നം പൂർണ്ണമാകുന്നു.